ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോച്ച് ചന്ദ്ര ഫിറ്റ്നസ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് എന്ന് പറയുന്നത് ബേസിക് ന്യൂട്രീഷനെ കുറിച്ചിട്ടാണ്. അതായത് ഹെൽത്തി ഡയറ്റിൽ ഒരു വർഷം എത്ര കിലോഗ്രാംസ് നമുക്ക് കുറയ്ക്കുവാൻ പറ്റും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് 24 കിലോഗ്രാംസ് ആയിരുന്നു. ചിലപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടില്ല എങ്കിൽ ആ വീഡിയോ കാണണം. എന്നെങ്കിൽ മാത്രമേ ജേർണി നമുക്ക് സുരക്ഷിതമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 24 കിലോഗ്രാംസ് എങ്ങനെ കുറയ്ക്കാം ഒരു വർഷം എന്നുള്ളതാണ്. ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ തുടങ്ങുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അതിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നതാണ് അന്നജം എന്ന് പറയുന്ന ടോപ്പിക്, അതായത് കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സിനെ രണ്ടായിട്ട് വിഭജിക്കാം. ഒന്ന് എന്ന് പറയുന്നത് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ്, രണ്ട് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ്. ഇനി നമുക്ക് നോക്കാം എന്താണ് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ്, എന്താണ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ്, ഇതിലേതാണ് ഹെൽത്തി. ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളാണ് ബേക്കറി റിലേറ്റഡ് ഫുഡ്സ്. ഇതെല്ലാം തന്നെ റിഫൈൻഡ് ആണ്, സിമ്പിൾ ഷുഗേഴ്സ് ആണ്. ഇതിൽ ഒരിക്കലും നമുക്ക് ഹെൽത്തി കൺസെപ്റ്റിലേക്ക് അതിനെ ആഡ് ചെയ്യുവാൻ പറ്റത്തില്ല. എന്നും പറഞ്ഞിട്ട് ഞാൻ കഴിക്കണ്ട എന്ന് പറയുന്നില്ല. യു ഹാവ് ടു കാൽക്കുലേറ്റ് അക്കോർഡിംഗ് ടു യുവർ ടാർഗറ്റ്. ഓക്കെ, വല്ലപ്പോഴും ഒരു കേക്ക് കഴിക്കാം എന്ന് ഞാൻ അതിനെക്കുറിച്ച് ഒരിക്കലും എതിരെ അഭിപ്രായം പറയുന്നില്ല. പക്ഷേ ഒരു പരിപ്പൂട കഴിക്കാം, അതിന് ഞാൻ എതിരല്ല. എന്നാൽ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ അതിനെ ചൂസ് ചെയ്യുവാവൂ ഇൻ വെയിറ്റ് ലോസ് ജേർണി. ഇന്ന് ഒബേസിറ്റിയിലെ ഏറ്റവും കൂടുതൽ മുൻപിൽ നിൽക്കുന്ന ഫുഡാണ് ജങ്ക് ഫുഡ്. ഇതുമായിട്ട് നമുക്ക് നോക്കുമ്പോൾ ഇത് ആവശ്യമാണോ? അല്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ആഹാരം ആൾക്കാർ അത് കഴിക്കുന്നില്ലേ? കഴിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് പിടിച്ചു മാറ്റുവാൻ പറ്റുമോ? വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഡിറ്റർമിനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഹെൽത്തി ലൈഫ് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കിതിന് ഒരു മാനദണ്ഡം ഉണ്ടാക്കി കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. നൗ കമ്മിങ് ടു ദി പോയിന്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു റിഫൈൻഡ് ഫുഡ്സ്, സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഗുഡ് ഫോർ യുവർ ഹെൽത്തി ഡയറ്റ് ഹാബിറ്റ്സ്. ഇന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്, കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതാണ് പച്ചരിയായിട്ട് ബന്ധപ്പെട്ടുള്ള ആഹാരം, ബസുമതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, അതേപോലെ തന്നെ റിഫൈൻഡ് ആയിട്ടുള്ള മൈദ, ഇങ്ങനെയൊക്കെയുള്ളത് വളരെ ദോഷം ചെയ്യുന്നതാണ്. കാരണം ഇതിനകത്ത് ഫൈബറിൻ്റെ ഒരു അംശം പോലും വളരെ കുറവാണ് കമ്പയർ ടു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ്. പിന്നെ ഹെൽത്തി ഗട്ടിന് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നതാണ് നാര് ആയിട്ട് ഹെൽത്തി ഫുഡ്. എന്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഫൈബർ തരുന്നത് ആഹാരങ്ങളാണ് നമ്മളുടെ ബ്രൗൺ റൈസ്, ഗോതമ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആഹാരങ്ങൾ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഓഫ് കോഴ്സ് ഓട്സ് ഇതിനകത്ത് വരുന്നതാണ്. പിന്നെ ഹെൽത്തി നട്ട്സ് ഉണ്ട്. ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഹെൽത്തി ഗട്ടിന് ഒരു ദിവസം കുറഞ്ഞത് 25 തൊട്ട് 30 ഗ്രാം ഓഫ് ഫൈബർ വളരെ അത്യാവശ്യമാണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാകാനും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനാണെങ്കിലും അതേപോലെ തന്നെ നമ്മളെ സുരക്ഷിതമായിട്ടുള്ള ഗട്ടിൻ്റെ ആരോഗ്യത്തിനാണെങ്കിലും പിന്നെ ഉറക്കത്തിനാണെങ്കിലും ഹെൽത്തി മസിൽ ബിൽഡിങ്ങിനാണെങ്കിലും ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. സോ ചൂസ് യുവർ ഡേ ടു ഡേ ലൈഫ് ഹെൽത്തി കാർബ്സ്, ദാറ്റ് ഈസ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് വിത്ത് മാക്സിമം ഫൈബർ. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു, ആഹാര രീതികൾ എന്തൊക്കെയായിരിക്കണം എന്നുള്ളത്. 4 to 6 small portions. Okay, don't forget small portions 4 to 6. എന്തൊക്കെയാണ് കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടത് അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. ഓക്കെ, അടുത്ത വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോട്ടീൻസിനെ കുറിച്ചിട്ടായിരിക്കും. ഇത് ഏതാണ്ട് ഞാൻ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ എല്ലാ പോയിന്റ്സിലേക്കും കടന്നിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഫ്രം കോച്ച് ചന്ദ്ര ഫിറ്റ്നസ്. See you until next video. Bye.